5 വർഷം മുമ്പ് വയറ്റിൽ മറന്നുവെച്ച കത്രിക എടുക്കാൻ പരേതന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് നോട്ടീസ്. രോഗി മരിച്ചിട്ട് 1 വർഷം കഴിഞ്ഞെന്ന് അറിയാതെയാണ് മെഡിക്കൽ കോളേജ് നോട്ടീസ് അയച്ചത്. 2020 പാൻക്രിയാസിലെ മുഴയ്ക്ക് ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കൂർക്കഞ്ചേരി സ്വദേശി ജോസഫ് പോളിന്റെ വയറ്റിലാണ്. നമ്മുടെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മറ്റേ വയറ്റിൽ അമ്മയുടെ വയറ്റിൽ കത്രിക വെച്ച് തയ്ച്ചതിൻ്റെ ഒരു ന്യൂസ് നമ്മൾ കണ്ടതല്ലേ. അതേപോലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒരു കേസാണിത്. അദ്ദേഹം മരിച്ചു പോയിട്ട് ഇപ്പം കുറേ നാളായിട്ടുണ്ട്. കാരണം ഈ ഒരു കേസ് വന്നപ്പോഴേക്കും മൊത്തം കേസ് അവർ റിസർച്ച് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. ആയിട്ട് അവർ കത്തയച്ചിരിക്കുകയാണ് മരിച്ചു പോയതായിട്ട്. അവർക്ക് അറിഞ്ഞിട്ട് പോലില്ല മരിച്ചു പോയ കാര്യം, അവരറിയണം നിർബന്ധമില്ല. പക്ഷേ അപ്പോൾ ഇതൊരു എന്താ പറയുന്നത്, പർട്ടിക്കുലറായിട്ട് ഒരു കേസ് മാത്രമല്ല, പല കേസുകൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ചെറുക്കൻ്റെ ഒരു കേസ് ഞാൻ കണ്ടായിരുന്നു. മുട്ടുവേദനയായിട്ട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണ് ഇൻഫെക്ഷൻ വന്നിട്ട് ആ കണ്ണെടുത്ത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്തിൻ്റെ ബേസിലാണെന്ന് പോലും അവർ ആ കുടുംബത്തിനോട് അറിയിക്കാതെ ആ കണ്ണ് റിമൂവ് ചെയ്തില്ല. അയാൾ പറയുന്നത് കേൾക്കണം. അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം ആത്മഹത്യ ചെയ്താൽ പോലും ഒരാളുടെ സപ്പോർട്ട് വേണം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഇന്ദ്രിയമാണ് കണ്ണെന്ന് പറയുന്നത് അല്ലേ. അത് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാനിത് ടോട്ടലായിട്ട് അവരെ കുറ്റം പറയാനെടുക്കുന്ന വീഡിയോ അല്ല. അതായത് മെഡിക്കൽ കോളേജിൻ്റെ എന്താ പറയുക കുറ്റം കുറവുകളെ പറയാനല്ല. അവർ കുറേ കാര്യങ്ങൾ, അതായത് പാർട്ടി ബേസിൽ ഒരുപാട് ഈ ഭരിക്കുന്ന പാർട്ടി ആയാലും ഇല്ലാത്ത പാർട്ടി ആയാലും കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ കുറേ വേക്കൻസികൾക്ക് 1,80,000 ശമ്പളത്തിന് കുറേ ആൾക്കാർ വെറുതെ ഇരുന്ന് ശമ്പളം മേടിച്ച് അവരുടെ ആ ഇത് കളയുന്നുണ്ട്. എത്രയോ ആൾക്കാർക്ക് ഈ മെഡിക്കൽ കോളേജിൽ തന്നെ ഈ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്നിടത്ത് എത്രയൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള ലിസ്റ്റ് കൊണ്ടുവരിക. അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങളെല്ലാം തിരിച്ചെടുക്കുന്നുണ്ടോ എന്നുള്ള ഇത് കൊണ്ടുവരിക. കാരണം ഇതൊരു ഓഡിറ്റിങ്ങിലേക്ക് കൊണ്ടുവരിക. കാരണം അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. കാരണം ഇതൊരു സ്റ്റാഫിനെ കൊണ്ടുവരികയും അതെന്താ പറയുക, ഇതൊരു ഡിവിഷനാക്കി മാറ്റുക. ഈ എക്യുപ്മെൻറ്റ്സിന് വേണ്ടി ഒരു ഡിവിഷനാക്കി മാറ്റുക. ഏതൊക്കെ ഓപ്പറേഷന് എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ആ എക്യുപ്മെൻറ്റ്സ് ഫുള്ളായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചെത്തുന്നുണ്ടോ, അതെന്തൊക്കെയാണ് കാരണങ്ങൾ. കാരണം ഇതിന് ഞാൻ പറഞ്ഞില്ലേ, സ്റ്റാഫിൻ്റെ അപാകതയാണ് ഇതിന് കൊരുവ കാര്യം. കാരണം പടവണ്ടാരങ്ങളെ കുറേ ബിൽഡിങ്ങുകൾ കെട്ടിയിട്ടുണ്ട്, പക്ഷേ ഒരൊറ്റ സ്ഥലത്ത് പോലും സാധനമില്ല. കാരണം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിങ്ങിന് നമ്മൾ നടന്ന് 10 ബിൽഡിങ് അപ്പുറമുള്ള സ്ഥലത്താണ് ഈ ടെസ്റ്റിന് കൊടുക്കേണ്ടത്. വയ്യാത്ത ആളായപ്പോലും അയാൾ ഈ നടന്നു പോയിട്ട്, കാരണം പ്രായമുള്ളവരൊക്കെ ആയിരിക്കും കൂടെ വരുന്നത് ചിലവരുടെ, അവർ നടന്നു പോയിട്ട് ഈ 10 ബിൽഡിങ്ങിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. കാരണം അവിടെ ഒരാളെ വെച്ചിട്ട് ഇത് 1 മണിക്കൂറിലോ 1/2 മണിക്കൂറിലോ ഇത് അവിടെ എത്തിക്കുന്ന ഒരു സിസ്റ്റം കൊണ്ടുവരുന്നുണ്ട്. എത്ര പേർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഇതൊരു ഡിവിഷൻ വലുതാക്കുക എന്നുള്ളതാണ്, അല്ല കെട്ടിടങ്ങൾ വലുതാക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ ഒരു പരിഹാരം.